ലേൺ സെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. +1 +2 ആവശ്യമായ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്നുള്ള സബ്ജക്റ്റുകളിലെ സ്റ്റഡി മെറ്റീരിയൽസിനും ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ +1 ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലാദ്യമായി മെഷർമെൻറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഓൾ എക്സ്പെരിമെൻറ്റ് ആൻഡ് റിസർച്ച്. മെഷർമെൻറ്റ് എന്ന് പറയുന്നത് എല്ലാ എക്സ്പെരിമെൻറ്റിൻ്റെയും ഒരു ബേസിക് കാര്യമായിട്ട് ഒരു എന്തെങ്കിലും ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്തതിനു ശേഷം അത് സ്റ്റഡി ചെയ്യുക. അതാണ് എല്ലാ എക്സ്പെരിമെൻറ്റും റിസർച്ചും എല്ലാം അതാണ്. ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി ആർ കോൾഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് ലെങ്ത്ത്, മാസ്, ടൈം ഇവയെല്ലാം ഓരോ ക്വാണ്ടിറ്റീസാണ്. അടുത്ത് യൂണിറ്റ്സിനെ കുറിച്ച് പരിചയപ്പെടാം. യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടിറ്റി ഇൻ ഓർഡർ ടു മെഷർ എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇറ്റ്സ് വാല്യൂ ഇസ് കമ്പയർഡ് വിത്ത് ദ വാല്യൂ ഓഫ് എ സ്റ്റാൻഡേർഡ് ഓഫ് ദ സെയിം കൈൻഡ്. ദിസ് ഈസ് കോൾഡ് യൂണിറ്റ്. അതായത് ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അത് സ്റ്റാൻഡേർഡുമായിട്ട് കമ്പയർ ചെയ്യാം. ആ കമ്പയർ ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെയാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ലെങ്ത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. അങ്ങനെ ഓരോ ക്വാണ്ടിറ്റിക്കും ഓരോ യൂണിറ്റ് ഉണ്ടായിരിക്കുന്നതാണ്. എ ഗുഡ് യൂണിറ്റ് വിൽ ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഒരു യൂണിറ്റിന് വേണ്ടത് ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം, ഈസിലി ആക്സസിബിൾ ആയിരിക്കണം, ഇൻവേരിയബിൾ ആയിരിക്കണം, ഈസിലി റീപ്രൊഡ്യൂസിബിൾ. അതായി ഫണ്ടമെൻ്റലും ഡിറൈവ്ഡ് യൂണിറ്റ്സും ഉണ്ട്. ഫണ്ടമെൻ്റൽ എ സെറ്റ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ ആർ നോൺ ആസ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് പറയുമ്പോൾ അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നതാണെങ്കിൽ അതിനെ ഫണ്ടമെൻ്റൽ യൂണിറ്റ് എന്ന് പറയും. അല്ലെങ്കിൽ ദ യൂണിറ്റ്സ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ലെങ്ത്ത്, മാസ്, ടൈം അതിൻ്റെയൊക്കെ യൂണിറ്റുകൾ മീറ്റർ, ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്റർ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. ഇവയൊക്കെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആണ്. അടുത്തതായി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ കോൾഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അതായത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികൾ വെച്ചിട്ട് വേറെയുള്ള ക്വാണ്ടിറ്റികൾ ഉണ്ടാക്കുന്നതിനാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് വോളിയം ഈസ് മെഷേർഡ് ഇൻ മീറ്റർ ക്യൂബ്. മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് ലെങ്ത്തിൻ്റെ യൂണിറ്റായ മീറ്ററിനെ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താണ് മീറ്റർ ക്യൂബ്. സ്പീഡ് അതുപോലെ മറ്റൊരു ഉദാഹരണം, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റിക്കുള്ള മറ്റൊരു ഉദാഹരണമാണ് സ്പീഡ് എന്ന് പറയുന്നത്. സ്പീഡ് എന്ന് പറയുന്നത് മീറ്റർ പെർ സെക്കൻഡ്. ലെങ്ത്തും ടൈമും കൂടി ചേർന്നാണ് സ്പീഡിൻ്റെ യൂണിറ്റ് ഉണ്ടാകുന്നത്. അത് കുറച്ച് റൂൾസ് ഫോർ റൈറ്റിംഗ് യൂണിറ്റ്സ് റൈറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട്. സിമ്പിൾ ഓഫ് എ യൂണിറ്റ് വിച്ച് is not named after a person is written in lower letter. അതായത് ഒരു വ്യക്തിയുടെ നെയിം വെച്ചല്ല സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റ് എങ്കിൽ അത് ലോവർ ലെറ്ററിൽ എഴുതണം. അതുപോലെ യൂണിറ്റ് സിമ്പിൾ വിച്ച് ഇസ് നെയിംഡ് ആഫ്റ്റർ എ പേഴ്സൺ ഒരു വ്യക്തിയുടെ പേരിലുള്ള യൂണിറ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ഉദാഹരണത്തിന് ന്യൂട്ടൺ, കെൽവിൻ. ഫുൾ നെയിം അടുത്ത തേർഡ് പറയുന്നത് ഫുൾ നെയിം ഓഫ് എ യൂണിറ്റ് ഈവൻ ഇഫ് ഇറ്റ് ഈസ് നെയിംഡ് ആഫ്റ്റർ എ പേഴ്സൺ ഈസ് റിട്ടൺ വിത്ത് എ ലോവർ ഇനീഷ്യൽ ലെറ്റർ. അതായത് ഫുൾ നെയിമായി പറയുകയാണെങ്കിൽ ഒറ്റ ലെറ്റർ ആയിട്ട് പറയുമ്പോൾ ക്യാപിറ്റലായി പറയണം, ഫുൾ നെയിമായി പറയുമ്പോൾ സ്മോൾ ലെറ്റർ ആയിട്ടും പറയണം. എ കോമ്പൗണ്ട് യൂണിറ്റ് ഫോർമഡ് ബൈ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 or more യൂണിറ്റ്സ് ഈസ് റിട്ടൺ ആഫ്റ്റർ പുട്ടിംഗ് ഡോട്ട് ഓർ ലീവിങ് എ സ്പേസ് ബിറ്റ്വീൻ 2 സിമ്പിൾസ്. അതായത് 2 യൂണിറ്റ്സുകൾ കോമ്പൗണ്ട് ആയിട്ട് എഴുതുമ്പോൾ ഒന്നെങ്കിൽ ഡോട്ട് ഇട്ട് സെപ്പറേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്പേസ് ഇട്ട് ആ യൂണിറ്റുകൾ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യണം. അടുത്ത് യൂണിറ്റ് ഇൻ ഇറ്റ്സ് ഷോർട്ട് ഫോം ഈസ് നെവർ റിട്ടൺ ഇൻ പ്ലൂരൽ. അതായത് ഷോർട്ട് ഫോമിൽ യൂണിറ്റ് എഴുതുമ്പോൾ അത് പ്ലൂരലായിട്ട് എഴുതാൻ പാടില്ല. അടുത്ത ഞാൻ പറയുന്നത് സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. കുറേ യൂണിറ്റുകൾ സിസ്റ്റം ഉണ്ട്. അത് ഒന്നാമതായി CGS സിസ്റ്റം. CGS സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ ഉപയോഗിക്കുന്നത് ലെങ്ത്തിന് സെൻറ്റിമീറ്റർ, വെയ്റ്റ് കിലോഗ്രാം, മാസ് ഗ്രാം ആൻഡ് ടൈം സെക്കൻഡ്.
CGS system. CGS, C represent centimetre, G represent gram, S represent second. അടുത്തത് FPS system. ഹിയർ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫൂട്ട്, മാസിൻ്റെ യൂണിറ്റ് പൗണ്ട്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. അതായത് FPS, ഫൂട്ട്, പൗണ്ട്, സെക്കൻഡ്. അടുത്ത് MK സിസ്റ്റം. MK സിസ്റ്റത്തിൽ ലെങ്ത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ, മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്സ്. അടുത്തതായി ഫോർത്ത് വൺ SI യൂണിറ്റ്സ്. SI യൂണിറ്റ്സ് എന്ന് പറയുന്നത് International Committee of Weights Measure adopted system of units for all fundamental physical quantities called SI units. അതായത് എല്ലാ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് അവർ പറഞ്ഞ് അതിനാണ് SI യൂണിറ്റ്സ്. അതാണ് നമ്മൾ സാധാരണ ഫിസിക്കൽ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത്. അതിൽ ഫണ്ടമെൻ്റൽ 7 ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അവർ പറഞ്ഞ്. അതിലൊന്ന് മാസ് യൂണിറ്റ് കിലോഗ്രാം, ലെങ്ത്ത് യൂണിറ്റ് മീറ്റർ, ടൈം യൂണിറ്റ് സെക്കൻഡ്, ടെമ്പറേച്ചർ കെൽവിൻ, ഇലക്ട്രിക് കറണ്ട് ആംപിയർ, ലൂമിനസ് ഇൻറ്റൻസിറ്റി, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ. അതുപോലെ അവർ കുറച്ച് സപ്ലിമെൻ്ററി യൂണിറ്റ്സും അവർ പറഞ്ഞ്. അതിൽ SI യൂണിറ്റ്സുള്ള സപ്ലിമെൻ്ററി യൂണിറ്റ്സാണ് ആംഗിൾ, റേഡിയൻ, സോളിഡ് ആംഗിൾ, സ്റ്റെറഡിയൻ. അതുപോലെ ഈ അഡ്വാൻറ്റേജ് ഓഫ് SI യൂണിറ്റ്, ഈ SI യൂണിറ്റ്സിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോംപ്രഹെൻസീവ്, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സിസ്റ്റം ഈസ് കൊഹറൻറ്റ്, ഇറ്റ് ഈസ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ്. ഇത് എവിടെ പോയാലും ഈ യൂണിറ്റ്സുകൾ ആക്സെപ്റ്റഡ് ആണ്. അത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി ലാർജോ അല്ലെങ്കിൽ വെരി ലാർജോ വെരി സ്മോളൊക്കെ ആണെങ്കിലും അതിന് കുറച്ച് പ്രിഫിക്സസ് ഉപയോഗിക്കും. അത് ഇപ്പോൾ മൾട്ടിപ്പിൾ 10⁻⁻1 ആണെങ്കിൽ അതിന് ഡെസി എന്ന് വിളിക്കും, സിമ്പിൾ D. അതുപോലെ 10⁻², 10⁻³ സെൻറ്റി, മില്ലി, മൈക്രോ, നാനോ, പൈക്കോ, അങ്ങനെ ഓരോന്നിൻ്റെയും യൂണിറ്റ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പേരും മൾട്ടിപ്പിൾ, അതിൻ്റെ പേര്, അതിൻ്റെ സിമ്പിൾ. അടുത്തതായി ഡയമെൻഷൻസ്. ഓൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി എടുത്താലും അത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ച് അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത് ലെങ്ത്ത്, മാസ്, ടൈം. ഇപ്പോൾ ഉദാഹരണത്തിന് ഏരിയ എടുക്കുകയാണെങ്കിൽ അത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതായത് അത് രണ്ടും ലെങ്ത്തുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താണ്. ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഉപയോഗിച്ചത് ലെങ്ത്തുകൾ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഓഫ് ഏരിയ എന്ന് പറയുന്നത് അത് ഡൈമെൻഷൻ L/L² ആക്കും. അതുപോലെ യൂണിറ്റ് ഓഫ് മാസിനെ M എന്നും ടൈമിനെ T എന്നും റെപ്രസെൻ്റ് ചെയ്യുന്നു. അതുപോലെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും സ്റ്റാൻഡേർഡ് യൂണിറ്റിൽ എഴുതുമ്പോൾ M⁻⁴, L⁻⁴, T⁻⁴ ഈ ഫോമിലാണ് MLT അതിൻ്റെ അതിൻ്റെ റെസ്പെക്റ്റീവ് പവേഴ്സ് വെച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തതായി പറയുന്നത് ഡയമെൻഷനൽ ഇക്വേഷൻ. ദി ഇക്വേഷൻ വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ യൂണിറ്റ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ഈസ് കോൾഡ് ഡയമെൻഷനൽ ഇക്വേഷൻ. അതായത് ഒരു ക്വാണ്ടിറ്റിയെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് വെച്ച് മെഷർ ചെയ്യുന്നതിനാണ് ഡയമെൻഷനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഏരിയ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത്തും ബ്രെഡ്ത്തും ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് ആണ്. അതുകൊണ്ട് L/L². അതായത് M⁻⁴, L², T⁻⁴. വോളിയം എന്ന് പറയുന്നത് ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതായത് L3, M⁻⁴, L3, T⁻⁴. ഇത് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം. മാസ് എന്ന് പറയുന്നത് M ബൈ വോളിയം എന്ന് പറയുന്നത് ബൈ L3. L3നെ L⁻³ എന്ന് വിളിച്ച്. അപ്പോൾ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് M⁻⁻3, T⁻⁴. വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം L/T, L⁻⁻1. ആക്സിലറേഷൻ വെലോസിറ്റി ബൈ ടൈം L⁻⁻1 ബൈ ടൈം L⁻⁻². ഫോഴ്സ് എന്ന് പറയുന്നത് M⁻A, അതായത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസിൻ്റെത് M, ആക്സിലറേഷൻ്റെ L⁻⁻². അതുകൊണ്ട് ഫോഴ്സിൻ്റെത് ഡയമെൻഷനൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ML⁻². അടുത്തതായി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജെനിറ്റി. A equation representing physical quantity will be correct if the dimensions of each term on both sides of the equation are same. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്ന ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ആ ഇക്വേഷൻ്റെ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും
റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്വാണ്ടിറ്റികളുടെ ഡയമെൻഷൻസ് സെയിം ആയിരിക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി ഓഫ് ഡയമെൻഷൻസ് എന്ന് പറയുന്നത്. ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യുന്നതിനാണ്. എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം ഈ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ, ഇക്വേഷൻ്റെ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ്റെ കറക്റ്റാണോ നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ടെസ്റ്റ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു ഇക്വേഷൻ തരികയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും ഈക്വൽ ആണ്. ഇവിടെ ഇപ്പോൾ S=ut + ½ at². എസിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എൽ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം യൂണിറ്റ്സും എൽ എന്ന് നമുക്ക് ലഭിക്കേണ്ടതാണ്. അപ്പോൾ യു ടി എന്ന് പറയുന്നത് ut (LT⁻⁻). യു പറഞ്ഞാൽ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി. അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻⁻1. ടിയുടെ ഡയമെൻഷൻ എന്ന് ടി. LT⁻⁻1 മൾട്ടിപ്ലൈഡ് ബൈ ടി എന്ന് പറയുന്നത് ടിയും ടിയും ക്യാൻസലായി പോവും, എല്ല് മാത്രം ഉണ്ടാവും. അതുപോലെ at²ലെ ആക്സലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് LT⁻⁻². ടിയുടെ ഡയമെൻഷൻ t². അപ്പോൾ LT⁻⁻2 മൾട്ടിപ്ലൈഡ് ബൈ t². ഇറ്റ് ഗീവ്സ് എൽ. അപ്പോൾ ഇത് ഇക്വേഷൻ എന്ന് പറയുന്നത് ഡയമെൻഷണൽ ഇക്വേഷൻ നോക്കുമ്പോൾ L = L+L, അതായത് രണ്ട് സൈഡിലും ലെങ്ത്ത് മാത്രം. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി വെച്ച് ഈ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്. ഇക്വേഷൻ കറക്റ്റ് ആണോ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഡയമെൻഷനലി ഈ ഇക്വേഷൻ കറക്റ്റാണ്. ടു ഡിറൈവ് ദ അടുത്ത ഡയമെൻഷണൽ അനാലിസിൻ്റെ ഒരു യൂസാണ് ഡിറൈവ് ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം ഈ ഡയമെൻഷണൽ ഇക്വേഷൻ വെച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പീരിയഡ് ഓഫ് ഓസിലേഷൻ ആയിട്ട് എടുക്കുക. അത് ഓഫ് എ സിമ്പിൾ പെൻഡുലം മേ ഡിപ്പെൻഡ് ഓൺ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യാം, മാസിനെ ഡിപ്പെൻഡ് ചെയ്യാം, മാസ് ഓഫ് ബോബ് എം ഡിപ്പെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാം. അതിൻ്റെയൊക്കെ പവർ എത്രയാണ് നമുക്കറിയില്ല. അത് നമുക്ക് ഡയമെൻഷണൽ ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടെത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ t = a constant into L⁻⁴ m⁻⁴ g⁻z. അതായത് t ഡിപ്പെൻഡ്സ് ഓൺ ലെങ്ത്ത് ആസ് ദ പവർ x, മാസ് ആസ് ദ പവർ y ആൻഡ് g ആസ് ദ പവർ z. സോ രണ്ട് സൈഡിലും ഡയമെൻഷൻ എടുക്കുക, അത് രണ്ടും ഈക്വൽ ആയിരിക്കണം. ടീൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടൈം t തന്നെ. എല്ലിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് L⁻⁴. മാസിൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ m⁻⁴. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ LT⁻⁻2, അത് z. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ m/LT സെപ്പറേറ്റ് ആയി എടുക്കുക. എമ്മിൻ്റെ പവർ എന്ന് പറയുന്നത് y, എല്ലിൻ്റെ പവർ എന്ന് പറയുന്നത് x+z, ടീൻ്റെ പവർ എന്ന് പറയുന്നത് -2z. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഡയമെൻഷൻസ് ഈക്വൽ ആയിരിക്കണം. അതായത് ടിയുടെ പവർ 1 ആയിരിക്കണം, എമ്മിൻ്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലും 0 ആയിരിക്കണം. അതുപോലെ എല്ലിൻ്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡിലും 0 ആയിരിക്കണം. അതായത് x+z = 0, എമ്മിൻ്റെ പവർ y = 0, -2z = 1. -2z = 1 എന്നുള്ളതിൽ നിന്ന് z = -1/2 നമുക്ക് ലഭിക്കും. y = 0 ആദ്യം ലഭിച്ചു. x+z = 0 എന്നുള്ളതിൽ നിന്ന് x = -z ഓർ x = -1/2 1/2 എന്ന് ലഭിക്കും. അപ്പോൾ ടൈം പീരീഡിൻ്റെ ഡിപ്പെൻഡൻസ് ഓൺ മാസ് ലെങ്ത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് L⁻⁴ m⁻⁴ g⁻⁻², അതായത് k × √L/g. ഇവിടെയുള്ള കോൺസ്റ്റൻ്റ് നമുക്കിപ്പോൾ ഈ ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് കണ്ടെത്താവുന്നതല്ല, ബട്ട് വേറെ ഏതോ മെത്തേഡുകൾ എക്സ്പെരിമെൻ്റൊക്കെ ചെയ്ത് ആ കോൺസ്റ്റൻറ്റ് 2π എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് t = 2π √L/g. അടുത്ത് ലിമിറ്റേഷൻസ് ആണ്. ഈ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ കുറച്ച് ലിമിറ്റേഷൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ഈ മെത്തേഡ് നമ്മളിപ്പോൾ പ്രീവിയസ് മെത്തേഡിൽ കണ്ടു, കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ എത്രയും നമുക്ക് ലഭിക്കില്ല. അതുപോലെ വി കനോട്ട് യൂസ് ദിസ് മെത്തേഡ് ഇഫ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ് ഓൺ മോർ ദാൻ 3 അതർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇപ്പോൾ ഇവിടെ മാസ് ലെങ്ത്ത് ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന മാത്രമേ പറഞ്ഞു. വേറെ ഏതെങ്കിലും ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ് ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. അടുത്തതായി
This method cannot be used if the left hand side of the equation contains more than one term. അതായത് ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മോർ ദാൻ രണ്ട് ടേം, ഒരു ടേമിനേക്കാൾ കൂടുതലുണ്ടെങ്കിലും ഈ ഡയമെൻഷൻ അനാലിസിസ് ഉപയോഗിക്കാൻ പറ്റില്ല. ഓഫൺ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഗസ് ദ പാരാമീറ്റേഴ്സ് ഓൺ വിച്ച് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ്സ്. അതുപോലെ നമ്മളിപ്പോൾ ടൈം പീരീഡ് കണ്ടപ്പോൾ ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ചുള്ളതാണ് നമ്മൾ കണ്ടത്. അത് പലപ്പോഴും പല മെഷർമെൻറ്റ്സിനും ഏതൊക്കെ ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ആ ഡയമെൻഷൻ അനാലിസിസ് അവിടെ ഉപയോഗിക്കാൻ കഴിയില്ല. അടുത്തതായി സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഗിവ് ദ നമ്പർ ഓഫ് മീനിങ് ഫുൾ ഡിജിറ്റ്സ് ഇൻ എ നമ്പർ. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് നമുക്ക് തരുന്നത് വെച്ചാൽ മീനിങ് ഫുൾ ഡിജിറ്റ്സ് ഇന്ന ഒരു നമ്പറിലുള്ള എത്ര മീനിങ് ഫുൾ ഡിജിറ്റ്സ് ഉണ്ട് അതിനാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർമെൻറ്റിനെ മെഷർ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അതിൻ്റെ കറക്റ്റ്നെസ് ഓരോന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത്. അതായത് മോർ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടെങ്കിൽ ഒരു ക്വാണ്ടിറ്റിയിലുണ്ട് എന്ന് വെച്ചാൽ അത് മോർ അക്യുറേറ്റ് ആണ് ആ മെഷർമെൻ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി എങ്ങനെ നമുക്ക് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഡിറ്റർമിൻ ചെയ്യാം? ഒന്നാമതായി ഓൾ സീറോസ് ഇൻ ബിറ്റ്വീൻ ദ നമ്പേഴ്സ് 1 to 9 ആർ കൗണ്ടഡ്. അതായത് 1 to 9 ഉള്ള നമ്പേഴ്സിൻ്റെ ഇടയിലുള്ള സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. ഉദാഹരണത്തിന് 1009 ഈ രണ്ട് സീറോസും സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ ഇൻ എ മെഷർമെൻറ്റ് ഇൻവോൾവിങ് ഡെസിമൽ ദ പൊസിഷൻ ഓഫ് ഡെസിമൽ ഈസ് ഡിസ്റിഗാർഡഡ്. അതായത് ഡെസിമൽ ഉണ്ടെങ്കിൽ ആ ഡെസിമൽ പൊസിഷനെ അതിന് മുമ്പത്തുള്ള സീറോസ് ഒഴിവാക്കും. അതായത് ഇപ്പോൾ 0.09 ആണെങ്കിൽ ഈ സീറോസ് ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. അടുത്തായി ഓൾ സീറോസ് ആഫ്റ്റർ ദ ലാസ്റ്റ് ന്യൂമറൽ ആർ കൗണ്ടഡ്. എന്ന് പറയുന്നത് ഇപ്പോൾ 1.500 ആണെങ്കിൽ ഇതാണ് ലാസ്റ്റ് ന്യൂമറലിന് ശേഷമുള്ള സീറോസ് വരികയാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ്സ് ആണ്. അടുത്തതായി സീറോസ് പ്രിസീഡിങ് ദ ഫസ്റ്റ് ന്യൂമറൽ ആർ കൗണ്ടഡ്. അതായത് ആദ്യത്തെ നമ്പറിന് മുമ്പുള്ള സീറോസും കൗണ്ട് ചെയ്യുന്നതല്ല സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിൽ. അടുത്ത് റൗണ്ടിങ് ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. ഇഫ് ദ ഡിജിറ്റ് ഈസ് ടു ബി ഡ്രോപ്പ്ഡ് ഈസ് ലെസ് ദാൻ 5. അത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് 15.38 അതായത് 3833 ആണെങ്കിൽ ഇപ്പോൾ ഈ നമ്പർ ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ 3 ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇത് ലെസ് ദാൻ 5 ആണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള ഡിജിറ്റ് അൺചേഞ്ച്ഡ് ആയി അവിടെ കിടക്കും. അതായത് ഈ നമ്പർ ഡ്രോപ്പ് ചെയ്യുന്ന നമ്പർ ലെസ് ദാൻ 5 ആണെങ്കിൽ ഈ നമ്പറിന് ഒരു മാറ്റം ഉണ്ടാവില്ല, അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ ഇത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 15.38 തന്നെ ആയിരിക്കും. അടുത്തതായി ഡിജിറ്റ് ഈസ് ടു ബി ഡ്രോപ്പ്ഡ് ഈസ് മോർ ദാൻ 5 ദ ഡിജിറ്റ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. അതിപ്പോൾ ഉദാഹരണത്തിന് 15.38 ആണെങ്കിൽ ഡിജിറ്റ് ഇഫ് ദ ഡിജിറ്റ് ഈസ് ടു ബി ഡ്രോപ്പ്ഡ് ഈസ് മോർ ദാൻ 5 ദ ഡിജിറ്റ് ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിങ് ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1. ഉദാഹരണത്തിന് ഇപ്പോൾ 15.388 ആണെങ്കിൽ ഈ ഡിജിറ്റ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഡിജിറ്റ് ഗ്രേറ്റർ ദാൻ 5 ആണ് 8 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റ് ഒരു നമ്പർ ഇൻക്രീസ് ചെയ്യണം. അതായത് റൗണ്ട് ഓഫ് ചെയ്ത് കിട്ടുന്ന നമ്പറിൽ നിന്ന് 15.39 ആയിരിക്കും. അടുത്ത് ഇഫ് ദ ഡിജിറ്റ് ടു ബി ഡ്രോപ്പ്ഡ് ഈസ് 5 then the preceding digit is made even by increasing it by 1 if it is odd. Keep it unchanged if it is even. അതായത് ഇപ്പോൾ ഡ്രോപ്പ് ചെയ്യാനുള്ള നമ്പർ 1.35 ആണെങ്കിൽ ഇതിന് മുമ്പുള്ള നമ്പർ ഓഡ് ആണെങ്കിൽ 1 ഇൻക്രീസ് ചെയ്യും, അതായത് ഇത് 1.4 ആവും. അതുപോലെ 1.45 ആണെങ്കിൽ 5 ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇതിന് മുമ്പുള്ള ഡിജിറ്റ് എന്ന് പറയുന്നത് 4.
4 എന്ന് പറയുന്നത് ഈവൻ നമ്പറാണ്, അതുകൊണ്ട് അതിന് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല, അപ്പോഴും 1.4 തന്നെ ആയിരിക്കും. ഇതാണ് റൗണ്ടിങ് ഓഫ് ഉള്ളത് പറയുന്നത്. അടുത്ത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ കാൽക്കുലേഷനിൽ എങ്ങനെയാണ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉപയോഗിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. The result of multiplying or dividing two or more numbers can have no more significant figures than those present in the number having at least significant figures. ഇവിടെ എ ഈക്വൽ ടു ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. എ ഈക്വൽ ടു 10.43, ബി ഈക്വൽ ടു 2.8612. അതായത് റിസൾട്ട് ഇപ്പോൾ ഇവിടെ എയിൽ 4 സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ട്, ബിയിൽ 5 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉണ്ട്. പക്ഷേ ഇതിൽ കുറച്ച് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് ഉള്ള എനാണ് 4. അപ്പോൾ റിസൾട്ടും എ മൾട്ടിപ്ലൈഡ് ബിയിലുള്ള റിസൾട്ടിനും 4 മാക്സിമം സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എ മൾട്ടിപ്ലൈഡ് ബൈ ബി ചെയ്യുക, അതിൽ 4 ഡിജിറ്റ്, ആദ്യത്തെ 4 ഡിജിറ്റ് 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വരുന്നത്ര മാത്രമേ എ മൾട്ടിപ്ലൈഡ് ബി നമുക്ക് എഴുതാൻ പറ്റുന്നുള്ളൂ. അതുപോലെ തന്നെ ഡിവിഷനിലും അതുപോലെ തന്നെ. ഇവിടെ ഇതിന് 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റേ ഉള്ളൂ ബിക്ക്, അതുകൊണ്ട് ഇതിൻ്റെ ഡിവിഷനിലും ആൻസർ കിട്ടുന്നത് 3493.44. ബട്ട് നമുക്ക് 4 സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റേ അതിന് പറ്റുള്ളൂ, അതുകൊണ്ട് 3493 വെച്ച് റൗണ്ട്. അതുപോലെ ഇവിടെയാണ് റൗണ്ട് ഓഫിൻ്റെ ഇത് ഇവിടെയാണ് വരുന്നത്. ഈ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സിലോട്ട് മാറ്റുമ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സ് ഒഴിവാക്കേണ്ടി വരും. ആ ഒഴിവാക്കുന്ന നമ്പർ റൗണ്ട് ഓഫ് റൂൾസ് വെച്ച് നമുക്ക് ചെയ്യേണ്ടതാണ്. അതുപോലെ അഡീഷനും സബ്സ്ട്രാക്ഷനും പറയും. ഇൻ ആഡിങ് ഓർ സബ്സ്ട്രാക്റ്റിംഗ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഓഫ് ദ സം ഓർ ഡിഫറൻസ് ഓക്യുപ്പൈസ് ദ സെയിം റിലേറ്റീവ് പൊസിഷൻ ആസ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ഓഫ് ദ ക്വാണ്ടിറ്റീസ് ബീയിങ് ആഡഡ് ഓർ സബ്സ്ട്രാക്റ്റഡ്. ഹിയർ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, പൊസിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് ആണ് ഇവിടെ നോക്കുന്നത്. അതായത് ഇവിടെ എക്സാമ്പിളായിട്ട് എടുക്കുന്നതാണെങ്കിൽ 204.9 9 ഈസ് ദ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡെസിമൽ പ്ലേസിലാണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ്, ഏറ്റവും ചെറിയ സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് വരുന്നത്. അതുപോലെ 2.10 0 ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഡെസിമൽ പ്ലേസിലാണ്. അപ്പോൾ അടുത്ത് 3 ക്വാണ്ടിറ്റീസാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അടുത്ത് 0.39 39 ആണ് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് തേർഡ് ഡെസിമൽ പ്ലേസിലാണ്. ബട്ട് ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കിട്ടുന്ന നമ്പറിൽ ഈ പൊസിഷൻ ഫസ്റ്റ് ഡെസിമൽ പ്ലേസിലുള്ള മിനിമം ഫസ്റ്റ് ഡെസിമൽ പ്ലേസ് ആദ്യത്തെ ക്വാണ്ടിറ്റിക്കുള്ളൂ. അതുകൊണ്ട് റിസൾട്ടിലും ഫസ്റ്റ് ഡെസിമൽ പ്ലേസ് വരെ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. സെക്കൻഡ് ഡെസിമലോ തേർഡ് ഡെസിമലോ ഉള്ളതൊന്നും എഴുതാൻ പറ്റില്ല. ഏറ്റവും കുറഞ്ഞ എത്ര പോയിന്റിലുള്ളതാണോ അതേ അഡീഷനിൽ നമുക്ക് എഴുതാൻ പറ്റൂ. സബ്സ്ട്രാക്ഷനിലും അതുപോലെ തന്നെ. അടുത്ത് ആക്യുറസി ആൻഡ് ഇറർ ഇൻ മെഷർമെൻറ്റ്സ്. ആക്യുറസി ഓഫ് എ മെഷർമെൻറ്റ് ഈസ് ദ കറക്റ്റ്നെസ് വിത്ത് വിച്ച് ദ മെഷർമെൻറ്റ് ഈസ് മെയ്ഡ്. അതായത് ട്രൂ വാല്യൂവിനോട് എത്രമാത്രം അടുത്തതാണ് നമ്മൾ മെഷർ ചെയ്ത ക്വാണ്ടിറ്റി, അതിനാണ് ആക്യുറസി ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ ഓൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ദർ ഈസ് എ ലിമിറ്റ് അപ് ടു വിച്ച് മെഷർമെൻറ്റ് ക്യാൻ ബി ടേക്കൺ അക്യുറേറ്റ്ലി. ദിസ് ഈസ് കോൾഡ് ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിന് ലീസ്റ്റ് മെഷർമെൻറ്റിനെയാണ് ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇൻസ്ട്രുമെൻറ്റ്, ഉദാഹരണത്തിന് ഒരു ഇൻസ്ട്രുമെൻറ്റിന് 0.001 വരെ മെഷർ ചെയ്യാൻ പറ്റും. ലീസ്റ്റ് അതിന് ഏറ്റവും ചെറുത് മെഷർ ചെയ്യാൻ പറ്റുന്ന വാല്യൂ 0.00 ആണെങ്കിൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.001 ആണ് ആ ഇൻസ്ട്രുമെൻറ്റ്. അതുപോലെ അടുത്താണ് ഇറേസ് ഇൻ മെഷർമെൻറ്റ്. ഈ ലീസ്റ്റ് കൗണ്ടിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ലീസ്റ്റ് കൗണ്ട് ഓഫ് ഓർഡിനറി മീറ്റർ സ്കെയിൽ ഈസ് 0.1 cm. അതുപോലെ വെർനിയർ കാലിപ്പറിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.01 cm. സ്ക്രൂ ഗേജിൻ്റെ
ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.001 സെൻറ്റിമീറ്റർ. അതുപോലെ അടുത്ത് ഇററിനെ കുറിച്ചാണ് പറയുന്നത്. ഡീവിയേഷൻ ബിറ്റ്വീൻ ദ വാല്യൂ ഒബ്റ്റെയിൻഡ് ഇൻ എ മെഷർമെൻറ്റ് ആൻഡ് ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇറർ ഇൻ മെഷർമെൻറ്റ്. അതായത് ഒരു മെഷർമെൻറ്റിന് ട്രൂ വാല്യൂ കാണും, നമ്മൾ മെഷർ ചെയ്ത വാല്യൂവും ആ ട്രൂ വാല്യൂവും തമ്മിലുള്ള ഡീവിയേഷൻ എത്രയാണോ അതിനാണ് ഇറർ എന്ന് പറയുന്നത്. കുറേ കാരണങ്ങൾ കൊണ്ട് ഇറർ കാണും. അതിൽ മെയിനായിട്ട് ഉണ്ടാകുന്ന ഇറേഴ്സാണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. കോൺസ്റ്റൻറ്റ് ഇറർ. ഇഫ് ദ ഇറർ ഇൻ എ സീരീസ് ഓഫ് റീഡിംഗ് ടേക്കൺ വിത്ത് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഈസ് സെയിം, ദ ഇറർ ഈസ് സെഡ് ടു ബി കോൺസ്റ്റൻറ്റ് ഇറർ. അതായത് ഒരു ഇൻസ്ട്രുമെൻ്റ് വെച്ച് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും ഒരേ ഇറർ തന്നെ കിട്ടുന്നത്. ട്രൂ വാല്യൂവിനോട് ഒരേ ഡിഫറൻസിൽ നമുക്ക് മെഷർമെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അതിനെ കോൺസ്റ്റൻറ്റ് ഇറർ എന്ന് പറയും. അതായത് ഇപ്പോൾ ട്രൂ വാല്യൂ 2.1 ആണെങ്കിൽ നമുക്ക് മെഷർ ചെയ്യുമ്പോൾ എപ്പോഴും 2.0 എന്നുള്ള അളവാണ് കിട്ടുന്നതെങ്കിൽ ഇത് ഇറർ എപ്പോഴും 0.1 ഇറർ അവിടെ ഉണ്ട്, അത് കോൺസ്റ്റൻ്റ് ആണ്. അതിനാണ് കോൺസ്റ്റൻറ്റ് ഇറർ എന്ന് പറയുന്നത്. അടുത്ത് സിസ്റ്റമാറ്റിക് ഇറേഴ്സ്. ഇറേഴ്സ് വിച്ച് ആർ ഡ്യൂ ടു നോൺ കോസസ് ആൻഡ് ആക്ട് അക്കോർഡിംഗ് ടു എ ഡെഫിനിറ്റ് ലോ ആർ കോൾഡ് സിസ്റ്റമാറ്റിക് ഇറേഴ്സ്. സിസ്റ്റമാറ്റിക് ഇറേഴ്സ് ഒരു ലോ വെച്ചാൽ സിസ്റ്റമാറ്റിക് ഇറർ വരുന്ന കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻസ്ട്രുമെൻ്റൽ ഇറേഴ്സ് അതൊരു സിസ്റ്റമാറ്റിക് ഇററാണ്. അതായത് ഇൻസ്ട്രുമെൻ്റ് ഡിഫക്റ്റ് ആണെങ്കിൽ അത് ആ ഇൻസ്ട്രുമെൻറ്റിന് എടുക്കുന്ന മെഷർമെൻറ്റ് എപ്പോഴും ഇറർ ആയിരിക്കും. സീറോ ഇറർ ഇൻ സ്ക്രൂ ഗേജ്, ഫോൾട്ടി കാലിബ്രേഷൻ ഓഫ് തെർമോമീറ്റർ, മീറ്റർ, സ്കെയിൽ. അതായത് അതിൻ്റെ കാലിബ്രേഷൻ സെയിം അല്ലെങ്കിൽ ഇനീഷ്യൽ റീഡിങ് തെറ്റായിരിക്കും, അപ്പോൾ അതിന് ശേഷം എടുക്കുന്ന റീഡിങ്സും തെറ്റായിരിക്കും. സീറോ ഇറർ ഇൻ സ്ക്രൂ ഗേജ്, വെർനിയർ എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ വെർനിയറിൻ്റെ മെഷർമെൻറ്റിലുള്ള ആദ്യം തന്നെ സ്കെയിൽ കാണിക്കുന്നത് 3 എന്നാണ് തുടങ്ങുന്നതെങ്കിൽ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ 3-2 ആയിരിക്കും മെഷർ ചെയ്യുക. ശരിക്കും 0 മെഷർ ചെയ്യേണ്ട ഒരു ക്വാണ്ടിറ്റി 3 മെഷർ ചെയ്യും. അപ്പോൾ 3 മെഷർ ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഇറർ അവിടെ കാണും. അതാണ് ഇൻസ്ട്രുമെൻ്റൽ ഇറേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് പേഴ്സണൽ ഇറർ. അതായത് ഇത് ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുമ്പോൾ അത് എടുക്കുന്ന ആൾ കാരണം ഇറർ വരാം. അതായത് അത് ഇപ്പോൾ വോൾട്ട് മീറ്ററിലോ അമ്മീറ്ററിലൊക്കെ റീഡിങ്സ് നോക്കുമ്പോൾ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ സൂചി ഒരു ഭാഗത്ത് നിൽക്കുന്നതായി തോന്നും, വേറൊരു സൈഡിൽ നോക്കുമ്പോൾ സൂചി വേറൊരു സൈഡിലായിട്ട് തോന്നും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വാല്യൂന്ന് അത് ഡീവിയേറ്റ് ചെയ്ത് പോകും. അതിനാണ് പേഴ്സണൽ ഇറർ എന്ന് പറയുന്നത്. അടുത്ത ഇറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. ദിസ് ഈസ് ഡ്യൂ ടു ഇംപെർഫെക്ഷൻ ഓഫ് ദ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. അതായത് വാട്ട് എവർ പ്രിക്കോഷൻസ് ആർ ടേക്കൺ, ഇറ്റ് ഈസ് ഓൾവേസ് ലോസ്റ്റ് ഫ്രം എ കലോറിമീറ്റർ ഡ്യൂ ടു റേഡിയേഷൻ. അതായത് ഒരു കലോറിമീറ്റർ എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഹീറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് സെറ്റപ്പും എല്ലാം കറക്റ്റാണ്. ബട്ട് അതിൻ്റെ ഹീറ്റിൻ്റെ മെഷർ എടുക്കുമ്പോൾ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് പോയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഹീറ്റ് മെഷർമെൻറ്റ് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതല്ല. അതാണ് പറയുന്നത് ഇറർ ഡ്യൂ ടു ഇംപെർഫെക്ഷൻ. അടുത്ത് ഇറർ ഡ്യൂ ടു എക്സ്റ്റേണൽ കോസസ്. ദീസ് ആർ ഇറർ കോസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എക്സ്റ്റേണൽ കണ്ടീഷൻസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ, ഹ്യൂമിഡിറ്റി. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എ മെറ്റൽ ടാപ്പ് വിൽ എക്സ്പാൻഡ്. ഈ ഇറേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കുന്ന മെഷർമെൻറ്റും മാറും. അതായത് ഇപ്പോൾ ഒരു മെറ്റൽ ടാപ്പ് ടെമ്പറേച്ചറിൽ എക്സ്പാൻഡ് ആവും. അപ്പോൾ മെറ്റൽ ടാപ്പ് വെച്ച് മെഷർ ചെയ്യുന്ന ഒരു എക്സ്പെരിമെൻറ്റിൽ ലെങ്ത്ത് മെഷർ ചെയ്യുന്നത് കറക്റ്റ് റീഡിങ് ലഭിക്കില്ല. അടുത്തതായി റാൻഡം ഇറേഴ്സ്. റാൻഡം ഇറർ എന്ന് പറയുന്നത് വിച്ച് ഒക്കർ ഇറഗുലറി അറ്റ് റാൻഡം ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആർ കോൾഡ് റാൻഡം ഇറേഴ്സ്. അതായത് പെട്ടെന്നുണ്ടാകുന്ന ഇറേഴ്സ്, എന്താണ് കോസ് എന്ന് അങ്ങനെ പറയാൻ പറ്റാത്ത പെട്ടെന്ന് ആക്സിഡൻ്റലായി ഉണ്ടാകുന്ന ഓരോ ഇററാണ്. ഒരു ഡെഫിനറ്റ് കോസ് അതിന് പറയാൻ പറ്റില്ല. അതിനാണ് റാൻഡം ഇറേഴ്സ് എന്ന് പറയുന്നത്. റാൻഡം ഇറേഴ്സ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ ടേക്കിംഗ് സെവറൽ മെഷർമെൻറ്റ്സ് ആൻഡ് ദെൻ ഫൈൻഡിങ് ദ അരിത്മെറ്റിക് മീൻ. അതായത് കുറേ മെഷേർഡ് ക്വാണ്ടിറ്റീസ് A1, A2, A3 എക്സെട്ര എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് A bar ഈക്വൽ ടു A1 + A2 + A3 + എക്സെട്ര AN/N. അതായത് കുറേ മെഷർമെൻറ്റ് എടുത്തു ഒരു A എന്നുള്ള ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടി
കുറേ A1 A2 A3 എക്സെട്രാ ടു AN ക്വാണ്ടിറ്റികൾ മെഷർ ചെയ്തു. അപ്പോൾ നമ്മളവിടെ എടുക്കേണ്ടത് അതിൻ്റെ ആവറേജാണ് എടുക്കേണ്ടത്. ആവറേജ് എടുക്കുക വെച്ചാൽ സിഗ്മ AI മെഷേർഡ് ക്വാണ്ടിറ്റീസ് എല്ലാം ആഡ് ചെയ്തിട്ട് അതിനെ N ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ദ അരിത്തമെറ്റിക് മീൻ A bar is taken as the true value of the quantity. അപ്പോൾ ഇവിടെ കുറേ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം A bar ആവറേജ് കിട്ടും. ആ മെഷർമെൻറ്റിൻ്റെ ആവറേജ് അതിനെ ട്രൂ വാല്യൂ ആയിട്ട് എടുക്കും. അടുത്തതായി ഗ്രോസ് ഇറേസ്. ദി ഇറേസ് കോസ്ഡ് ബൈ ദ കെയർലെസ്നെസ് ഓഫ് ദ പേഴ്സൺ ആർ കോൾഡ് ഗ്രോസ് ഇറേസ്. അതായത് കെയർലെസ്നെസ് കാരണം ഇറേസ് ഉണ്ടാകും, അതിന് ഗ്രോസ് ഇറേസ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇംപ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് അപ്പാരറ്റസ് ശരിയായി വെച്ചില്ലെങ്കിൽ മെഷർമെൻറ്റ് മാറും, അപ്പോൾ അതിന് ഗ്രോസ് ഇറ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിസ്റ്റേക്സ് വൈൽ ടേക്കിംഗ് ആൻഡ് റെക്കോർഡിംഗ് റീഡിങ്സ് എടുക്കുമ്പോൾ മിസ്റ്റേക്ക് സംഭവിച്ച കാരണം റീഡിങ്സ് മാറും, അതിന് ഗ്രോസ് ഇറേസ്. അബ്സല്യൂട്ട് ഇറേസ് എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ വാല്യൂ ഓഫ് ദ ക്വാണ്ടിറ്റി മെഷേർഡ് ആൻഡ് ദ ഇൻഡിവിജ്വൽ മെഷേർഡ് വാല്യൂ ഈസ് കോൾഡ് അബ്സല്യൂട്ട് ഇറർ. അബ്സല്യൂട്ട് ഇറർ എന്നാൽ മോഡുലസ്, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിനാണ് അബ്സല്യൂട്ട് ഇറർ എന്ന് പറയുന്നത്. ഇപ്പോൾ A1 A2 എക്സെട്ര AN ആർ ദ മെഷേർഡ് വാല്യൂസ് ആണെങ്കിൽ അതിൻ്റെ ഡെൽറ്റ A1 അബ്സല്യൂട്ട് ഇറർ ഓഫ് A1 എന്ന് പറയുന്നത് A bar മൈനസ് A1 അതിൻ്റെ മോഡ് വാല്യൂ. ഉദാഹരണത്തിന് A1 ഈക്വൽ ടു 4, A2 ഈക്വൽ ടു 5, A bar ഈക്വൽ ടു 4.5. അങ്ങനെയാണെങ്കിൽ അബ്സല്യൂട്ട് ഇറർ ഓഫ് A1 ഡെൽറ്റ A1 എന്ന് പറയുന്നത് 4 മൈനസ് അല്ല A bar മൈനസ് A1, അതായത് 4.5 മൈനസ് 4, അതായത് മൈനസ് 0.5 എന്ന് കിട്ടും. ബട്ട് ഇതിൻ്റെ മോഡുലസ് ആണ് നമ്മൾ എടുക്കേണ്ടത്, അപ്പോൾ അതെപ്പോഴും അത് 0.5 എന്ന് ലഭിക്കും. അബ്സല്യൂട്ട് ഇറർ, അതായത് ഇറർ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇറർ എത്രയാണോ അതാണ് ഇവിടെ അബ്സല്യൂട്ട് ഇററായി എടുക്കുന്നത്. അടുത്തതായി മീൻ അബ്സല്യൂട്ട് ഇറർ. അതായത് ഓരോ മെഷേർഡ് ക്വാണ്ടിറ്റീസിനും ഓരോ അബ്സല്യൂട്ട് ഇറർ കാണും. അതിൻ്റെ മീൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആവറേജ് എല്ലാം അബ്സല്യൂട്ട് ഇററും ആഡ് ചെയ്തതിന് ശേഷം എത്ര എണ്ണം ഉണ്ടോ അതായത് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അതിനാണ് മീൻ അബ്സല്യൂട്ട് ഇറർ എന്ന് പറയുന്നത്. അടുത്ത് റിലേറ്റീവ് ആൻഡ് പേഴ്സൻറ്റേജ് ഇറർ. റിലേറ്റീവ് ഇറർ എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ A bar, അതായത് മീൻ അബ്സല്യൂട്ട് ഇറർ ബൈ ആവറേജ് വാല്യൂ ഓഫ് മെഷേർഡ് വാല്യൂസ്. ഉദാഹരണത്തിന് മീൻ അബ്സല്യൂട്ട് ഇറർ 0.1 ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 0.5 ആണെങ്കിൽ റിലേറ്റീവ് ഇറർ 0.1, അതായത് മീൻ അബ്സല്യൂട്ട് ഇറർ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ഡെൽറ്റ A bar മോഡുലസ് ഡെൽറ്റ A bar ബൈ A bar, ഇത് മോഡുലസ് ആയിട്ട് എടുക്കണം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അത്രയും എടുക്കണം. അതുപോലെ പേഴ്സൻറ്റേജ് ഇറർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ഇററിനെ 100 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തതിനെയാണ് പേഴ്സൻറ്റേജ് ഇറർ എന്ന് പറയുന്നത്. അടുത്തതായി കോമ്പിനേഷൻ ഓഫ് ഇറേഴ്സ്. അതായത് ഇപ്പോൾ യൂഷ്വലി ദ വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ മെഷർമെൻറ്റ് ഓഫ് അതർ ക്വാണ്ടിറ്റീസ്. അതായത് ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്തിട്ടായിരിക്കും ഒരു ക്വാണ്ടിറ്റി ലഭിക്കുന്നത്, അതിൻ്റെ ഇറർ കാണുന്നതിനുള്ള മെത്തേഡ്സാണ് പറയുന്നത്. ഇപ്പോൾ ലെറ്റ് ടു ക്വാണ്ടിറ്റീസ് ബി A ആൻഡ് B ഹാവ് ഇറേസ് DA ആൻഡ് DB റെസ്പെക്റ്റീവ്ലി. ദെൻ Z എന്ന മെഷർമെൻറ്റ് പറയുന്നത് A+B ആണ്. അപ്പോൾ ഇറർ ഇൻ Z കാണാൻ വേണ്ടി നമുക്ക് ഇറർ ഇൻ Aയും ഇറർ ഇൻ Bയും അറിയാം. അതിനുവേണ്ടി Z പ്ലസ് ഓർ മൈനസ് Z ഈക്വൽ ടു A പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A, അതായത് Z പറയുന്നത് A+B, A പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ A പ്ലസ് B പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ B. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഡെൽറ്റ Z ഈക്വൽ ടു മാക്സിമം വാല്യൂ ഓഫ് ഇറർ ഇൻ മെഷർമെൻറ്റ് ഓഫ് Z പറയുന്നത് ഡെൽറ്റ A പ്ലസ് ഡെൽറ്റ B എന്ന് കിട്ടും. അതായത് Z ഒരു മെഷർമെൻറ്റ് എയും ബിയുടെയും അഡീഷനോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷനോ ഏതോ ആയിക്കോട്ടെ, ഡെൽറ്റ Z എന്ന് പറയുന്നത് ഡെൽറ്റ A പ്ലസ് ഡെൽറ്റ B ആയിരിക്കും. അടുത്തതായി പ്രോഡക്റ്റ് ഓർ കോഷ്യൻറ്റ്. ഇറർ ഇൻ പ്രോഡക്റ്റ് ഓർ കോഷ്യൻറ്റ്, അതായത് ഇപ്പോൾ Z എന്ന് പറയുന്ന മെഷർമെൻറ്റ് AB ആണ്,
പ്രോഡക്റ്റ് ഓഫ് എ ബി ആണ്. അപ്പോൾ അതിൻ്റെ മാക്സിമം ഇറർ അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ഇറർ എന്ന് പറയുന്നത് ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. ഇതായിരിക്കും അതിൻ്റെ ഇറർ എന്ന് പറയുന്നത്. അതുപോലെ ഇത് സെഡ് എ ബിയോ അല്ലെങ്കിൽ എ ബൈ ബിയോ മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ ഡിവിഷനോ ആണെങ്കിലും ഈ ഫോർമുല തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഡെൽറ്റ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഡെൽറ്റ എ ബൈ എ പ്ലസ് ഡെൽറ്റ ബി ബൈ ബി. അടുത്തതായി ഇറർ വെൻ എ ക്വാണ്ടിറ്റി ഈസ് റൈസ്ഡ് ടു എ പവർ. ഇപ്പോൾ ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ അതിലുള്ള ഇറർ എന്ന് പറയുന്നത് ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈക്വൽ ടു എൻ ടൈംസ് ഡെൽറ്റ എക്സ് ബൈ എക്സ്. അതായത് എന്ന് പുറത്തെടുത്ത് എഴുതുക, എൻ എഴുതുക, ക്വാണ്ടിറ്റി ഡെൽറ്റ എക്സ് ബൈ എക്സ് ഈക്വൽ ടു എൻ ടൈംസ് ഡെൽറ്റ സ്മോൾ ലെറ്റർ എക്സ് ബൈ എക്സ്. അതായത് ഒരു എന്നിൻ്റെ പവർ റൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ റിലേറ്റീവ് ഇറർ ഓഫ് ദ റിസൾട്ട് ഈസ് എൻ ടൈംസ് ദ റിലേറ്റീവ് ഇറർ ഓഫ് ദ ക്വാണ്ടിറ്റി. അതായത് റിലേറ്റീവ് ഇറർ ഒരു പവർ വെച്ച് പറയുകയാണെങ്കിൽ ഇതിലുള്ള റിലേറ്റീവ് ഇറർ എന്ന് എൻ ടൈംസ് ദ റിലേറ്റീവ് ഇറർ ഇൻ ക്വാണ്ടിറ്റി. അപ്പോൾ ഇത്രയുമാണ് ഫിസിക്സിൻ്റെ 1ാം ചാപ്റ്ററായ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ചാപ്റ്റർ വൈസ് ഡിസ്കഷനും ക്വസ്റ്റ്യൻ ആൻസേഴ്സിനും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇത് കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്യുക.